മണ്ഡലകാലം പകുതിയോടടുക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിൽ വീർപ്പുമുട്ടി ശബരിമല ഇടത്താവളമായ സത്രം. പമ്പയിലും നിലയ്ക്കലിലും തിരക്ക് വർദ്ധിച്ചതോടെ കാനനപാതയിലൂടെ സന്നിധാനത്തെത്താൻ കൂടുതൽ ആളുകൾ സത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിന് പോലുമുള്ള സൗകര്യങ്ങൾ ഇവിടെ പരിമിതമാണ്. കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് വണ്ടിപ്പെരിയാർ സത്രത്തിൽ ഭക്തർക്കായി പരിമിതമായ ഒരുക്കങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മുമ്പ് സത്രത്തെ പ്രധാന ഇടത്താവളമായി ഉയർത്തുന്നതിനുതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. പമ്പയിലും നിലയ്ക്കലും തിരക്ക് വർദ്ധിച്ചതോടെ തീർത്ഥാടകർ കൂടുതലായി സത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിരിവെക്കുന്നതിനായി 2 ഇടങ്ങൾ മാത്രമാണ് സത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ശൗചാലയ സൗകര്യങ്ങളും പരിമിതമാണ്. ദേവസ്വം ബോർഡിന്റെ ശൗചാലയങ്ങൾ ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. എല്ലാ വർഷത്തിന് പറഞ്ഞേക്കാൾ വളരെ ദുരിതം പിടിച്ച ഒരു യാത്രയായിരുന്നു. ഇപ്പോഴും നമ്മളെ പത്തനംതിട്ട തൊട്ട് ഇങ്ങോട്ട് തന്നെ വണ്ടിയിലെല്ലാം ബ്ലോക്കായി പല വഴിയിൽ കിടന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തന്നെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റായി. അങ്ങനെ നമുക്ക് പിന്നെ ഇന്ന് ദർശനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. 2:10 പോയി. 2 മണി വരെ ഇവിടെ നിന്ന് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുടുങ്ങി. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതേസമയം സത്രത്തെ പ്രധാന ഇടത്താവളമാക്കുമെന്ന പഴയ പ്രഖ്യാപനം വീണ്ടും ആവർത്തിക്കുകയാണ് ദേവസ്വം മന്ത്രി. ഞാൻ ഇന്നലെ ഇടുക്കി കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിനോടും പറഞ്ഞത് അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടുക്കി കളക്ടർ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പ്രധാന ഇടത്താവളം ആക്കണം. ഇപ്പോൾ ഓരോ ഇടത്താവളങ്ങളിലെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇടത്താവളങ്ങളാക്കി അത് നമ്മുടെ സത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കും. ഇതുവരെ 24,373 പേരാണ് സത്രം വഴി കാൽനടയായി സന്നിധാനത്തെത്തിയത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ സത്രത്തിലേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇവിടെ എത്തുന്നവർക്ക് സന്നിധാന യാത്ര അല്പം കടുപ്പമായേക്കും. ന്യൂസ് 18 ഇടുക്കി.